നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഈ പിന്നെ വനം വകുപ്പിന്റെ അതോടൊപ്പം എക്സൽ ഭാഗത്തിന്റെ സംഘത്തോടൊപ്പം തന്നെ അവിടുത്തെ പ്രാദേശിക കുടിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിലെ ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. അവരുടെ കൂടി സഹായത്തോടു കൂടിയാണ് കണ്ടെത്തിയതെന്നാണ് നമുക്ക് ഏറ്റവും പുതിയ ലഭിക്കുന്ന അതിനോടൊപ്പം ചേർത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തടിയന്റെ മോൾ എന്ന് പറയുന്ന ഒരു ഹിൽസ്, അതിന്റെ പിന്നെ ആ ഒരു വലിയ കുന്നിലാണ് ശരിക്കും ഇവർ എത്തിപ്പെടുന്നത്. നമുക്കതിൻ്റെ ചില ദൃശ്യങ്ങൾ കൂടി നമുക്ക് വരുന്നുണ്ട്. നമുക്കതിൽ സ്റ്റേജിൽ നമുക്ക് സ്ക്രീനിൽ കാണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ശരണ്യയെ കണ്ടെത്തുമ്പോൾ അതായത് അവരുടെ ട്രക്കിങ്ങിനുണ്ടായ മുൻ അനുഭവം അവരെ സഹായിച്ചു. അത് ശരിക്കും എല്ലാവർക്കും പിന്നെ ഒരു പാഠമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ കൃത്യമായ പരിശീലനത്തോടൊപ്പവും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ട്രക്കിങ്ങിൻ്റെതായ ഒരു പരിചയത്തോടൊപ്പമാണ് ഇത്രയും വലിയ ട്രക്കിങ്ങിലേക്ക് പോകേണ്ടത്. പ്രത്യേകിച്ച് പിന്നെ അവിടെ ഒരു സംഘം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരൊറ്റയ്ക്കാണ് കൊച്ചിയിൽ നിന്ന് തിരിച്ചത്. അത് മുൻനിർത്തിക്കൊണ്ടുള്ള പിന്നെ ഈ ഒരു 3 ദിവസം നമുക്ക് വ്യാഴാഴ്ച രാത്രി പൂർണ്ണമായും, വെള്ളിയാഴ്ച പകലും രാത്രിയും, ശനിയാഴ്ച പകലും രാത്രിയും, ഞായറാഴ്ച ഇതുവരെയുള്ള സമയം, ഇത്രയും സമയം 3 ദിവസത്തിലധികം സമയം രാത്രിയും പകലും കാട്ടിൽ കഴിച്ചുകൂട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും വളരെയധികം മാനസികമായ സ്ഥൈര്യം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ശാരീരികമായ ആരോഗ്യവും ആവശ്യമാണ്. തൻ്റെ കൂടെയുള്ള വെള്ളവും ഭക്ഷണങ്ങളൊക്കെ ലഘുഭക്ഷണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ കഴിച്ചുകൂടുക, അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ കണ്ണിൽ പെടാതെ മാറി നിൽക്കുക ഉൾപ്പെടെയുള്ള എപ്പോഴാണ് തനിക്ക് രക്ഷപ്പെടാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ട് തന്നെ നല്ല മാനസികമായ ധൈര്യത്തോടു കൂടി മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇത് രണ്ടും അവർ സാധിച്ചിരിക്കുന്നു. 3 ദിവസം തെരച്ചിലിനൊടുവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കുടിയ എന്ന് പറയുന്ന ഈ ആദിവാസി സംഘവും അവരെ കണ്ടെത്തുമ്പോൾ അവർ ആരോഗ്യവതിയായിരുന്നു എന്നുള്ളതാണ്. ഉടൻ തന്നെ അവിടെ നിന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ വീട്ടുകാരുമായി സംസാരിക്കുകയും ആ സന്തോഷം പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റു കാര്യങ്ങൾ പിന്നെ നിലവിൽ വലിയ ആരോഗ്യ പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു വൈദ്യപരിശോധന മറ്റുമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് അവരെ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ആശ്വാസം നൽകുന്ന ഇതിൽ ഈ ആദിവാസി വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പിന്നെ കുടിയ എന്ന് പറയുന്ന അവിടെ വിഭാഗമാണ് ഏറ്റവും കൂടുതൽ അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളിൽ പ്രധാനമെന്ന് പറയുന്നത്. ആ ആദിവാസി വിഭാഗത്തിൻ്റെ യുവാക്കളടങ്ങിയ ഒരു സംഘമാണ് ശരിക്കും ഈ പിന്നെ കണ്ടെത്താൻ സഹായിച്ചതെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നെ ഇപ്പോൾ കണ്ടെത്തിയ ദൃശ്യങ്ങൾ വന്നിട്ടുള്ളതിൽ തന്നെ നിൽക്കുന്നത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടിയ വിഭാഗത്തിൽപ്പെട്ട അവരാണ്. അവരുടെ കൂടി സഹായത്തോടു കൂടി തെരച്ചിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ആരോഗ്യവതിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ തെരച്ചിലിനൊടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. കർണാടക സർക്കാരിനെ സംബന്ധിച്ചോളം കേരളത്തിൽ നിന്നുള്ള ഒരു സംഭവം അർത്ഥത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ അവർ ആവശ്യമായ ടാസ്ക് ഫോഴ്സിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തി എന്നൊരു സന്തോഷം കൂടി നമുക്കൊരു മലയാളികൾ നിലയിൽ പങ്കുവെക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസം. പിന്നെ ഒരു വനിതയാണ്, ഒറ്റയ്ക്കാണ് അവർ അകപ്പെട്ടു പോയത്. 3 ദിവസം കാട്ടിൽ കഴിഞ്ഞു. എന്നിട്ടും അവർക്ക് ഈ ഒരു തെരച്ചിലിനൊടുവിൽ കണ്ടെത്തുമ്പോൾ ആരോഗ്യതയാണെന്ന് പറയുമ്പോൾ അതെന്തായാലും വലിയ ആത്മവിശ്വാസം നൽകുന്ന, ഇത്തരത്തിൽ യുവാക്കൾക്കും യുവതികൾക്കൊക്കെ തന്നെയും നല്ല ആത്മവിശ്വാസം നൽകുന്ന ഒരു സംഭവം കൂടിയാണ്. എന്തായാലും ഏറെ നാളെ ആശങ്കയ്ക്ക് ശേഷമാണെങ്കിൽ പോലും അവരെ കണ്ടെത്തിയിരിക്കുന്നു, പൂർണ്ണ ആരോഗ്യത്തോടെ കണ്ടെത്തിയിരിക്കുന്നു. അസ്ലം, നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ സ്ക്രീനിൽ കാണാം. ട്രെക്കിങ്ങിനിടെ പകർത്തിയ ദൃശ്യങ്ങളാണ്. ഏറ്റവും പുതിയ വിഷ്വലാണ് മീഡിയ വൺ പ്രേക്ഷകർക്കായി എത്തിക്കുന്നത്. ശരണ്യ ട്രെക്കിങ്ങിനിടെ ആ ട്രെക്കിംഗ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ കൂടിയാണ്. ട്രെക്കിങ്ങിനിടെ പകർത്തിയ ദൃശ്യങ്ങളാണ്. സാധാരണഗതിയിൽ ഒരു ട്രെക്കിങ്ങിന് പോകുമ്പോൾ ആവശ്യമായ മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ശരണ്യയുടെ ആ വേഷവിധാനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതാണ്. ഏതായാലും വലിയ ആത്മവിശ്വാസത്തോടെയാണ് ശരണ്യ ആ 3 ദിവസം വനത്തിനുള്ളിൽ കഴിഞ്ഞത് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരവും എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ട്രെക്കിംഗ് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ശരണ്യയെ കാടിന് പുറത്തേക്ക് എത്തിച്ചു എന്നാണ്. അസ്ലം, പുറത്തേക്ക് എത്തിക്കൽ വലിയ ടാസ്ക് തന്നെയായിരുന്നു. കാരണം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തെരച്ചിലിന് അനുഭവപ്പെട്ടിരുന്നു. അതുതന്നെയായിരുന്നു വലിയ പ്രതിസന്ധി. കഴിഞ്ഞ 3 ദിവസം ഈ തെരച്ചിൽ നീണ്ടുപോകാനുണ്ടായ പ്രതിസന്ധിയും ആ കാടിനകത്തേക്ക് പ്രവേശിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു.